ഒരു കുതിരയുടെ കളർ കാണാനാണ്. കുതിരയാണ് ആണ് ആ കുതിര. അപ്പച്ചാ ഹലോ, നീ തുറങ്ങോ ഇത് കേട്ടോ. അപ്പം ഇൻട്രോ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, നേരെ വീഡിയോയിലോട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. ഇന്ന് 2 സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ലറ കാണാം. അതായത് 2 സായിപ്പന്മാരുടെ കല്ലറകളാണ് ഈ കാണുന്നത്. ഈ കല്ലറയ്ക്ക് നേരെ ഫ്രണ്ടിലായിട്ട് ഒരു കുതിരയുടെ കല്ലറയുണ്ട്. ഇതൊരു സെമിത്തേരി കേട്ടോ. ഇതെന്ന് പറയുന്നത് 2 സായിപ്പന്മാരാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടും. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് ഒരു കുതിരയുടെ കല്ലറ കാണാനാണ്. അതായത് ഒരു കുതിരയ്ക്ക് വേണ്ടി ഒരു കല്ലറ. ഈ കാണുന്നതെല്ലാം മനുഷ്യരുടെ കല്ലറകളാട്ടോ. ഇതെല്ലാം മനുഷ്യരുടെ കല്ലറകളാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്കൊരു കുതിരയുടെ കല്ലറ കാണാം. അതായത് കുതിരയെ അടക്കിയിരിക്കുന്ന ഒരു കല്ലറ. ഇതാണ് ആ കുതിര. ഡൗണി എന്നാണ് കുതിരയുടെ പേര്. ഇത് വേറെ എങ്ങും കാണുകയില്ലായിരിക്കും. നമുക്ക് കുട്ടിക്കാനം വന്നു കഴിഞ്ഞാൽ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാം. ഇതാണ് സ്ഥലം. പള്ളിക്കുന്നിൻ്റെ ബോർഡും കാണാം. പള്ളിക്കുന്ന് എന്ന് പറയുന്ന ബോർഡ് കാണുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ആ കുതിരയുടെ കല്ലറ കാണാം. അതിഭയങ്കരമായൊരു കാട്, കാടിനുള്ളിൽ റോഡിലൂടെ ഒരു വനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വഴി ഇത് തന്നെയാണോ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനൊരു ഊഹം വെച്ച് പോവാണ്. നമ്മളൊരു കാട്ടിലുള്ള ഒരു കൊട്ടാരത്തിലോട്ടാണ് പോകുന്നത്. വഴി ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. മുന്നോട്ട് പോവാണ്. ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഇതുവഴി വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അന്ന് ഓട്ടോയ്ക്കോ വണ്ടിക്കോ കാറിനോ ആണ് വന്നേക്കുന്നത്. അത് ഞാൻ ഓർമ്മയില്ല. ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം കൊട്ടാരത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് വഴി. ഇപ്പം നമ്മളെ ഒരു വനത്തിനുള്ളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലോട്ടാണ് ചെല്ലുന്നത്. എല്ലാവരും കണ്ടിട്ടുള്ള കൊട്ടാരമാണ്. പക്ഷെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ കൂടെ വരും എന്നുള്ള രീതിയിലാണ് വന്നത്. വന്ന് ഞാൻ ആ കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് വന്നത്. ഇതാണ് ആ കൊട്ടാരം. അപ്പം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത് ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഒത്തിരി വർഷം പഴക്കമുള്ള കൊട്ടാരമാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായ അറിവില്ല. അപ്പം ഇതാണ് സ്ഥലം, അമ്മച്ചി കൊട്ടാരം. ലൂസിഫർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നല്ല, കണ്ടവർക്കറിയാം. ഇവിടെ ഒരു അഡീഷണലായിട്ട് അവർ സെറ്റൊക്കെ ഇട്ടിട്ട് ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പം ഇതാണ് ആ കൊട്ടാരം, അമ്മച്ചി കൊട്ടാരം. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ശ്രമിച്ച് നോക്കാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ സെറ്റാണ് കേട്ടോ. അതുകൊണ്ട് സെറ്റാണ്. ഇത് സെറ്റൊന്നും അല്ല, അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് ഇതിൻ്റെ ഇൻസൈഡാണ്. സത്യത്തിൽ ഇവിടെ ഒരു അപ്പച്ചനുള്ളതാണ്. അപ്പച്ചനോട് ചോദിച്ചു നോക്കാം. അകത്തോട്ട് കയറ്റാൻ വന്നു. അപ്പച്ചാ ഹലോ. അപ്പോളേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പച്ചനോട് ഞാൻ ചോദിച്ചു. അപ്പച്ചന് വീഡിയോ അലോഡല്ലെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, നമുക്കത് നടപടിയില്ലല്ലോ. അപ്പം നമുക്ക് പുറമേ ഒന്ന് പറ്റുന്നത് പോലെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം. വലിയ രീതിയിൽ എടുക്കാൻ പറ്റില്ല, ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. സംഭവം ചീറ്റിപ്പോയി കേസ്. അപ്പം നമുക്ക് പുറത്തേയുള്ള വീഡിയോസൊക്കെ നോക്കാം. പുറത്തേക്ക് എടുത്തിട്ടേ ഒന്നുകൂടെ ഒന്ന് അപ്പച്ചനോട് ട്രൈ ചെയ്ത് നോക്കാം.
പക്ഷെ വീഡിയോ എടുക്കുന്നില്ല, നമുക്ക് അകത്ത് കയറ്റാവുന്നു. ഇത് പഴയൊരു കൊട്ടാരം കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് കയറി ഇറങ്ങി നടക്കാം. വനത്തിനുള്ളിലൂടെ യാത്ര. സത്യതയിലേ ഒരു വർഷങ്ങൾ പഴക്കമുള്ളൊരു കൊട്ടാരമാണ്. ഡേഞ്ചർ, വളരെ ഡേഞ്ചർ സ്ഥലമാണ്. വല്ല കടുവായോ പുലിയോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, അതെല്ലാം ചെയ്തോളൂ. എത്തി തേനീച്ചട്ടുണ്ട്, അവിടെ തേനീച്ചയുടെ കൂടുണ്ട്. ഇതുവഴി ഒന്ന് സൈഡ് വഴി പോയാൽ ഇതിലേക്ക് നടക്കുന്ന വഴിയാണ്, എന്നാലും ഇത്രയും വലിയൊരു അപ്പച്ചൻ എന്നാലും എന്നെ പരിപാടി കാണിച്ചേ. പുറത്തു കൂടെ ഒക്കെ എടുത്തിട്ട് പോക്കണം, അകത്തോട്ട് കയറാൻ പറ്റില്ല. വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, വേണ്ട. പട്ടി കടിച്ചാൽ തന്നെ ആവശ്യത്തിനുള്ളതാവും. വ്ലോഗും തീരും. സത്യം പറഞ്ഞാൽ ഉൾക്കാട്ടിനുള്ളിലാണ് നിൽക്കുന്നത്. പഴയ എത്രയോ വർഷം പഴക്കമുള്ള ചെമ്പരത്തിയാണ് നോക്കി. കൊട്ടാരം എന്ന് പറയാനേ പറ്റുള്ളൂ. എല്ലാം പൊളിഞ്ഞ് പാളിച്ചിട്ട് കിടക്കുക. വെരി ഡേഞ്ചറസ് സ്ഥലം. അത് ഓപ്പണായിട്ട് കിടക്കും കേട്ടോ, അവിടെ ഓപ്പണായിട്ട് കിടപ്പുണ്ട്. നമുക്കത് പോയി നോക്കിയാലോ. ചാനൽ അടച്ചു കൂട്ടിയിട്ടേക്കുക. ഇതൊക്കെ സിനിമാക്കാർ സെറ്റ് ചെയ്താൻ വേണ്ടി ചെയ്യുന്ന ബേസ് ബോർഡുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കസേര പൊട്ടിപ്പോകുന്നതും, അതായത് സിനിമയിൽ നമ്മൾ കാണാമല്ലേ കസേരയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നത്, വെറും ബേസ് ബോർഡ് പൊട്ടിയത്. അണ്ടർഗ്രൗണ്ടാണ് ഇത്, തുരങ്കം ഇത് കേട്ടോ. പട്ടിയുണ്ട് ഇവിടെ.
നടന്നു വരുവാണേ. അപ്പം ഞാനോർത്തു പശുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒറ്റ നോട്ടത്തിൽ പശുവാണെന്ന് തോന്നി, പക്ഷെ പശുവല്ല, ഇതൊരു കുതിരയാണ്. ഒരു കുതിരക്കുട്ടൻ. ഞാൻ നോർമലി പെട്ടെന്ന് നോക്കി നമ്മൾ പശുക്കിടാവില്ല, അതാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഒരു കുതിരക്കുട്ടി. അവൻ ഭയങ്കര ആസ്വദിച്ച് പുല്ല് തിന്നുകൊണ്ടിരിക്കുക. ആരോ മേടിച്ച് വളർത്തുന്നതാണ്. അപ്പോളേ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.